ഹായ് ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കറൻ്റ്ലി നമ്മളിപ്പോൾ നിൽക്കുന്നത് കുട്ടിക്കാനത്താണ്. കുട്ടിക്കാനത്ത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സ്റ്റേയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിലുള്ളത്. അതിൻ്റെ പിന്നിൽ കാണുന്നതാണ് സ്റ്റേ. ഇതൊരു കോട്ടേജാണ്. അതിൻ്റെ മുകളിലും താഴെയായിട്ടാണ് അവർ സ്റ്റേ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു 3-4 കോട്ടേജസേ ഉള്ളൂ ഇവിടെ. അപ്പോൾ എന്തായാലും വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. അപ്പോൾ എന്തായാലും കൂടുതൽ വിശേഷങ്ങൾ അറിയാനായിട്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. എപ്പോഴും പറയുന്ന പോലെ തുടർന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. നമ്മളിവിടെയല്ല, മുകളിലാണ് സ്റ്റേ ചെയ്യുന്നത് കേട്ടോ. ആദ്യം നമുക്ക് റൂമൊന്ന് കാണാം അലങ്കോലമാകുന്നതിന് മുമ്പ്, എന്നിട്ട് ബാക്കി പരിപാടികളിലേക്ക് കിടക്കും. ഇത് ആക്ച്വലി നമുക്ക് ഈ എന്താ പറയുക, ഈ ഫ്ലൈസ് ഒക്കെ രാത്രി വരാൻ സാധ്യത കൂടുതലായതുകൊണ്ട് ഇത് അടയ്ക്കാം. അങ്ങനെ ഒരു ഗുണമുണ്ട്. പുറത്തിങ്ങനെ ഒരു സീറ്റിംഗ് സ്പേസ് ഉണ്ട്. പിന്നെ അകത്ത് ഇതാണ് നമ്മുടെ റൂം കണ്ടോ. ആക്ച്വലി എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. നല്ല കിടിലം, ആക്ച്വലി നല്ല ഒരു ബഡ്ജറ്റഡ് പ്രോപ്പർട്ടിയാണിത്. വില്ല ടൈപ്പാണ് എല്ലാ റൂംസും, മുകളിൽ താഴെയായിട്ട്. അപ്പം ഇത് പ്ലേറ്റ്സാണ്. അതോ ടീ കോഫി ഉണ്ടാക്കാനുള്ള സംഭവങ്ങളുണ്ട്. ഒരു ബോട്ടിൽ വെള്ളം തന്നിട്ടുണ്ട്, ഇത് ഞങ്ങൾ മേടിച്ചാൽ. പിന്നെ അതായത് കണ്ടോ, TV ഉൾപ്പെടെ ഉണ്ട്. നല്ലൊരു വർക്കിംഗ് ടേബിളുണ്ട്. ചോദിക്കാതെ തന്നെ ഒരു എക്സ്ട്രാ ബെഡ് എല്ലാ റൂമിലും വെച്ചിട്ടുണ്ട്. പിന്നെ കൊള്ളാം, ഫാനുണ്ട്. AC ഒന്നുമില്ല, പക്ഷേ അത്യാവശ്യം നല്ലൊരു പ്ലസൻറ്റ് ക്ലൈമറ്റ് കേട്ടോ. കൊള്ളാം. ഞാൻ നോക്കിയപ്പോൾ 25 ഡിഗ്രിയാണ് കാണിക്കുന്നത്. മഴയൊന്നും പെയ്തിട്ടില്ല, ഇന്നലെ പെയ്തെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വാഷ്റൂം. കൊള്ളാം, ജനലടയ്ക്കാം. സംഭവം കൊള്ളാം. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാഷ്റൂം തന്നെ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഒരു പ്രീമിയം ഫീലൊക്കെ ഉണ്ട്. പിന്നെ അമ്യൂണിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ. ടവലും സോപ്പും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വലിയൊരു ബെഡാണ്. കൊള്ളാം. അപ്പോൾ അതാണ് നമ്മുടെ എൻട്രൻസ്. ഇതിന് അങ്ങോട്ടേക്ക് നമുക്ക് നടന്നു പോകാം കേട്ടോ. അവിടെ ഇവരുടെ തന്നെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ അതുവഴി ഗേറ്റ് തുറന്ന് നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റും. അവിടെ ഒരു വ്യൂ പോയിൻ്റ് പോലെയൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് കാണാം. പിന്നെ ഇപ്പോൾ നമുക്ക് ഇതിനകത്തുള്ള കുറച്ച് കാഴ്ചകൾ. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഒരു കോട്ടേജ്, അല്ലെങ്കിൽ എന്താ പറയുക, മുകളിലത്തെ നിലയിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ എല്ലാം ഇതിൻ്റെ പേരിങ്ങനെ ഹോളിഡേ കോട്ടേജസ് എന്നാണ്, അങ്ങനെ ഒരു കാറ്റഗറിയാണ് ഇവരുടെ. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. ഇത് കണ്ടോ, ഈ ഒരു വഴി കയറിയാണ് നമ്മൾ വന്നത്. അപ്പോൾ ഇതിൻ്റെ മുൻപിൽ തന്നെ ധാരാളം പക്ഷികളുടെ സൗണ്ട് നമുക്ക് ഇവിടെ കേൾക്കാം. ഇവിടെയൊക്കെ ചുറ്റും നമുക്ക് നല്ല ഉച്ചത്തിൽ പക്ഷികളുടെ സൗണ്ട് കേൾക്കാം കേട്ടോ. ഇതാ അവിടെ കണ്ടോ, അതേതോ റിസോർട്ടിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ടോ, ടർക്കി കോഴി. അപ്പോൾ എന്തായാലും കൊള്ളാം. വന്ന വഴിയും കൊള്ളാം കേട്ടോ. ചെറിയ വഴിയാണെങ്കിലും നല്ല കോൺക്രീറ്റ് ഇട്ട റോഡാണ്. കുറേ ഭാഗത്ത് നല്ല ടാറിട്ട റോഡുമാണ്. അപ്പോൾ അങ്ങനെ ഇളകി കിടപ്പൊന്നുമില്ല. കൊള്ളാം. നല്ല എന്താ പറയുക, വണ്ടികൾക്കൊക്കെ വരാം, കുഴപ്പമൊന്നുമില്ല. ചെറിയ വണ്ടികൾക്കും വരാം. അപ്പോൾ എന്തായാലും അവിടെയൊക്കെ ചെറുതായിട്ട് ഫോഗ് മൂടിയിട്ടുണ്ട്. പക്ഷേ എന്തായാലും ഇവിടെ ഒന്നും വന്നിട്ടില്ല. എന്തായാലും നല്ല ക്ലൈമറ്റാണ്. സമയം ഇപ്പോൾ 12 ആവുന്നേ ഉള്ളൂ. ഉച്ചയ്ക്ക് ഒട്ടും ചൂടില്ല. നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് ഇത്തിരി ചൂടത്താണ് ഇങ്ങോട്ട് വന്ന് എത്തിയത്. അപ്പോൾ എന്തായാലും നല്ലൊരു ഡിഫറൻസ് ഉണ്ട്. ഇതിപ്പോൾ നവംബർ മാസമാണ്. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ മുറി. തൊട്ട് മുന്നിൽ നല്ല കിടിലൻ ഗാർഡനാണ്. തൊട്ട് ഫ്രണ്ടിൽ തന്നെ നല്ല രീതിയിലൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉടനെ മഴ പെയ്യുമെന്ന് തോന്നുന്നത്. അവിടെയൊക്കെ മൂടിയിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ പുറത്തൊന്ന് നടന്നിട്ട് വരാം. നമ്മൾ കുട്ടിക്കാനം ടൗണിൽ വന്നതാണ്. വൈകിട്ട് 5 മണിയാണ്. പക്ഷേ ഇത് കണ്ടോ, ഇത് അങ്ങോട്ടാണ് നമ്മുടെ സ്റ്റേ ഉള്ളത്. നമ്മൾ ജസ്റ്റ് വൈകിട്ടൊന്ന് ഇറങ്ങിയതാണ്. ടൗണിലൊക്കെ ഒന്ന് പോയി ഡിന്നറൊക്കെ കഴിച്ചിട്ട് വന്നു. ഇവിടെ ഒരു ചെറിയ വ്യൂ പോയിൻ്റ് ഉണ്ട്. അതൊരു മുട്ടക്കുന്ന് കാണാൻ പറ്റിയൊരു വ്യൂ പോയിൻ്റ്. ഇതാ അങ്ങോട്ട്. അപ്പോൾ നേരെ ഇപ്പോൾ വൈകിട്ടത്തെ കളർ കൊള്ളാം, നല്ലൊരു ഓറഞ്ച് കളർ. അപ്പോൾ അതും കൂടെ കാണാമെന്ന് ചോദിച്ചു. കണ്ടപ്പോൾ ഒന്ന് നിർത്താൻ തോന്നി. എന്താ, മേഘത്തിൽ നിന്ന് അവിടെ ഒരു കണക്ഷൻ കണ്ട, മേഘത്തിൽ നിന്ന് മുകളിലോട്ടൊരു കണക്ഷൻ. അത് മഴ ആയിരിക്കില്ല. അവിടെ അങ്ങോട്ടൊക്കെ കണ്ടോ, നല്ല ക്ലിയർ കിടിലൊരു നല്ലൊരു ഓറഞ്ച് കളർ. പിന്നെ അവിടെ നമുക്ക് നമ്മുടെ മരീൻ കോളേജാണ് ആ റെഡ് കളർ ബോർഡ് കാണുന്നത്. വലിയ വലിയ മലകളൊക്കെ കാണാൻ പറ്റും. അവിടെ കുറേ വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ എന്തായാലും ഇരുട്ടിയതുകൊണ്ട് അത്ര കിട്ടുന്നില്ല. അവിടെ മിന്നലൊക്കെ വരുന്നുണ്ട്. ഒരു വലിയ മഴ പിന്നെയും പ്രതീക്ഷിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. നല്ല ക്ലൈമറ്റാണിപ്പം. എന്തായാലും പതുക്കെ നമുക്ക് തിരിച്ചു പോകാം. അവിടെയൊക്കെ മൂടി വരുന്നുണ്ട്, കാർമേഘം ആവുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കോട്ടേജ്. അപ്പോൾ ഇവിടെയും സ്റ്റേ ഉണ്ട്, താഴെയും സ്റ്റേ ഉണ്ട്. പിന്നെ അപ്പുറത്ത് വേറൊരു ഇവരുടെ തന്നെ ഒരു കോട്ടേജ് ഉണ്ട് കേട്ടോ. 5-6 പേർക്ക് വരെയൊക്കെ താമസിക്കാം. അപ്പോൾ അത് നമുക്ക് പറ്റുവാണെങ്കിൽ രാവിലെ പോയി കാണാം. ഗസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു അവിടെ നിന്ന് നല്ല വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും ഇതാണ് ഇവിടുത്തെ രാത്രിയിലത്തെ ആ ഒരു ആംബിയൻസ്.
അപ്പം നമ്മുടെ റൂമിൽ നിന്നുള്ള രാവിലെയുള്ള കാഴ്ചകളാണ് കണ്ടോ. അവിടെയൊക്കെ മഞ്ഞ് മൂടിയിട്ടുണ്ട്, ചെറിയൊരു മൂടൽ മഞ്ഞുണ്ട് കേട്ടോ. അപ്പോൾ സമയം രാവിലെ 6:15. കൊള്ളാം, നല്ലൊരു ആംബിയൻസ്. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ടൊക്കെ ഒന്ന് നടന്നു നോക്കാം. അപ്പോൾ ഇത് അവിടെയാണ്, ആ കോട്ടയിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. നമുക്കത് ഇങ്ങോട്ടേക്ക് പോകാം കേട്ടോ. ഇത് ആക്ച്വലി ഇവരുടെ തന്നെ ഒരു പ്രോപ്പർട്ടിയാണ്. ഇവിടെ ഒരൊറ്റ ബിൽഡിംഗ് മാത്രമേ ഉള്ളൂ. അവിടെ കുറച്ച് കൂടുതൽ പേർക്ക് താമസിക്കാം, 5-6-7 പേരൊക്കെ താമസിക്കാമെന്ന് പറഞ്ഞു. ഇവിടെ പെർ പേഴ്സണാണ് റേറ്റ് വരുന്നത്. ഇവിടെ ഒരു ചെറിയ ഹാമൊക്കെ ഉണ്ട്. ഇത് ആക്ച്വലി എനിക്കൊന്ന് കുറച്ചുകൂടെ ബാച്ചിലേഴ്സിന് നല്ലതായിരിക്കും, അല്ലെങ്കിൽ ഒരു വലിയ ഫാമിലി ഗ്രൂപ്പിനാണെങ്കിൽ കുറച്ച് പേർക്ക് ഇവിടെ സ്റ്റേ ചെയ്യാം. ഇത് നല്ലൊരു വ്യൂ ആട്ടോ. ഇവിടെ നിന്ന് നമുക്ക് നല്ലൊരു ഓപ്പൺ വ്യൂ ഇവിടെ നിന്നാണ് കിട്ടുന്നത് കണ്ടോ. അപ്പോൾ ഇവിടുത്തെ ഗസ്റ്റ് രാവിലെയാണ് വന്നത്. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ബോൺസ് നെസ്റ്റ് ഇതാ നമ്മുടെ പിന്നിൽ കാണുന്ന അതാണ് നമ്മുടെ കോട്ടേജ്. ബോൺസ് നെസ്റ്റ് കോട്ടേജസ്, ഇവിടുത്തെ സ്റ്റേയുടെ വിശേഷങ്ങളൊക്കെ ആയിരുന്നു ഇന്നത്തെ വീഡിയോയിലുണ്ടായിരുന്നത്. ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നൊരു സെഗ്മെൻറ്റാണ് നമ്മുടെ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, പ്രത്യേകിച്ച് ഇപ്പോൾ നല്ല ക്ലൈമറ്റും നല്ലൊരു ആംബിയൻസുമാണ്. അതുപോലെ തന്നെ പിന്നെ വേറെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡാണ്. ഫസ്റ്റ് ഓഫ് ഓൾ പറയേണ്ട ഒരു കാര്യം മറന്നുപോയി, ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. ഞങ്ങൾക്ക് ഏകദേശം 2800 എന്തോ ആയി. അത് പിന്നെ ഓരോരുത്തരെ നിങ്ങളിപ്പോൾ എണ്ണം കൂടുമ്പോൾ പെർ പേഴ്സൺ 700 വെച്ചിട്ട് കൂടും കേട്ടോ. അങ്ങനെയാണ്. എന്തായാലും നേരിട്ട് വിളിച്ച് കൺഫേം ചെയ്യുക. പിന്നെ ഇവിടെ ഒരു വലിയ കോട്ടേജ് ഉണ്ട്. അതിനകത്ത് 2 ബെഡ്റൂമാണെന്ന് തോന്നുന്നു, 2-3 ബെഡ്റൂമാണെന്ന് മറന്നുപോയി കേട്ടോ. അപ്പോൾ അവിടെ എന്തായാലും മാക്സിമം 4000 വരും. അതും പെർ പേഴ്സൺ ആണ് കൂടുന്നത്, പക്ഷേ മാക്സിമം എല്ലാം കൂടി 4000 അപ്പുറം പോകത്തില്ല എന്ന് പറഞ്ഞായിരുന്നു ഇന്നലെ. അതാണ് നല്ല വ്യൂ ഒക്കെ, ഫ്രണ്ടിൽ വ്യൂ ഒക്കെ ഉള്ള ഒരു കോട്ടേജ്. അപ്പോൾ നിങ്ങൾ എണ്ണം കൂടുതലാണെങ്കിൽ മാക്സിമം അത് എടുക്കാൻ നോക്കുക. അതേപോലെ ബാച്ചിലേഴ്സും കൂടെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും. ഫ്രണ്ടിൽ ക്യാമ്പ് ഫയർ ഒക്കെ ഇട്ട് തരും, അടിപൊളിയാണ്. പിന്നെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്, നല്ലൊരു ഓപ്ഷനാണ്. കാരണം ഇവിടെ രാത്രി ഫുഡൊന്നും സെർവ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ വരികയാണെങ്കിൽ അതൊരു പ്രശ്നമാവില്ല. കാരണം തൊട്ടപ്പുറത്ത് തന്നെ, ഇവിടെ നിന്നൊരു നിങ്ങൾ വണ്ടിയിലാണ് വരുന്നതെങ്കിൽ, സ്വന്തം വണ്ടി വരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 5 മിനിറ്റ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ കുട്ടിക്കാനം ടൗണിലെത്തും. നല്ല റോഡാണ്, ചെറിയ റോഡാണെങ്കിലും നല്ല ടാറൊക്കെ ഇട്ട റോഡാണ്. പിന്നെ കുറേ ഭാഗം കോൺക്രീറ്റ് ചെയ്ത റോഡാണ്. ഇത് മറ്റേ തൃശങ്കു ഹെവൻ റോഡ് എന്ന് പറയും. അതായത് തൃശങ്കു ഹെവൻ എന്ന് പറഞ്ഞ റിസോർട്ടൊക്കെ ഈ റോഡിനകത്താണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. പക്ഷേ നല്ല റോഡാണ്, നമ്മൾ പെട്ടെന്ന് ടൗണിലേക്ക് എത്തും. അതൊരു നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ നമുക്കിത് കൺസിഡർ ചെയ്യാം. കാരണം ഈ ഒരു റേറ്റിന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിട്ട് നല്ല വ്യൂവും നല്ലൊരു ആംബിയൻസും അതുപോലെ തന്നെ തൊട്ടടുത്ത് ടൗണിലേക്ക് പോവുകയും ചെയ്യാം. എന്നാൽ നമുക്ക് ഇത് ഉള്ളിൽ കുറച്ച് എന്താ പറയുക, ടൗണിലെ തിരക്കും കാര്യങ്ങളൊന്നും നമുക്കിവിടെ സൗണ്ടൊന്നും കേൾക്കത്തില്ല. കാരണം ഇത്തിരി ഒരു ഉള്ളിലോട്ട് വരുന്നത് കൊണ്ട് ഈ റോഡ് ഇത്തിരി ഉള്ളിലോട്ടാണ്. അതേസമയം നമുക്ക് പെട്ടെന്ന് ടൗണുമായിട്ട് ആക്സസിബിൾ ആണ്. അപ്പോൾ രാത്രി നിങ്ങൾക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ പോകണമെങ്കിൽ തന്നെ പോവുകയും ചെയ്യാം. ഞങ്ങൾ ഇന്നലെ രാത്രി വൈകിട്ട് കാറൊക്കെ എടുത്ത് റെസ്റ്റോറൻറ്റിലൊക്കെ പോയി 1-2 സ്ഥലങ്ങളിലൊക്കെ പോയി കറങ്ങി ഏകദേശം 8 മണിയൊക്കെ ആയിട്ടാണെന്ന് തോന്നുന്നു തിരിച്ചെത്തിയത്. അപ്പം ഇന്നലെ നല്ല ഒരു ആംബിയൻസ് ആയിരുന്നു കുട്ടിക്കാനം ടൗണിൽ. നല്ല മൂടൽ മഞ്ഞും നല്ല ഇടയ്ക്ക് പെട്ടെന്നൊരു മഴയൊക്കെ പെയ്ത് പെട്ടെന്ന് പോവുകയും ചെയ്തു. അങ്ങനെ നല്ലൊരു ആംബിയൻസ് ഒക്കെ ആയിരുന്നു. പിന്നെ അവിടെ 2-3 റെസ്റ്റോറൻറ്റുകളുണ്ട് വളരെ പോപ്പുലറായിട്ട്. കാരണം അതിനടുത്ത് മരീൻ കോളേജൊക്കെ ഉള്ളതുകൊണ്ട് ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റുകളും കഫേസും ഒക്കെ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ കുട്ടിക്കാനം ടൗണിലൊരു പെട്രോൾ പമ്പ് ഉണ്ട്. വേറെ നിങ്ങൾ വാഗമണിലൊക്കെ ഇതുവഴിയാണ് പോകുന്നതെങ്കിൽ അടുത്ത പെട്രോൾ പമ്പ് വേറെ ഇല്ല, വാഗമണിലൊന്നും പെട്രോൾ പമ്പില്ല. പിന്നെ ഏലപ്പാറയിലുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ നെഗറ്റീവ്സ് എന്ന് പറയാനായിട്ട് ഇവിടെ ഉള്ള ഈ 2 കോട്ടേജസ് എന്ന് പറയുന്നത് ഇത്തിരി അടുപ്പിച്ചാണ്. അപ്പം പ്രൈവസി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളവർക്ക് അതൊരു ഇഷ്യൂസ് ആവും. ഇപ്പം ഫോർ എക്സാമ്പിൾ ഈ കോട്ടേജ് ഉണ്ടോ, ഇതിൽ താഴത്തെ നിലയിൽ വേറൊരു ഫാമിലിയും മുകളിലത്തെ നിലയിൽ ഞങ്ങളാണ് താമസിക്കുന്നത്. അപ്പോൾ മുകളിലത്തെ നിലയിൽ നിന്ന് കുറച്ച് നമുക്ക് നല്ല കാഴ്ചകളും ഇതൊക്കെ കിട്ടും. താഴത്തെ നിലയിൽ നിന്ന് അങ്ങനെ ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഗാർഡൻ വ്യൂ ആണ്. തൊട്ടപ്പുറത്ത് ഫ്രണ്ടിൽ ഗാർഡനാണ്. അതേപോലെ ഇവിടെയും. അപ്പം അടുപ്പിച്ച് ഇങ്ങനെ 2 കോട്ടേജസ് ഉള്ളതുകൊണ്ട് ഈ പ്രൈവസി വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവർക്ക് ചിലപ്പോൾ അതൊരു ഇഷ്യൂ ആവാൻ സാധ്യതയില്ല. നല്ല എന്താ പറയുക സർവീസൊക്കെയാണ്. അതേപോലെ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീനൊക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെയാണ് എനിക്ക് പൊതുവെ ഫീൽ ചെയ്തത്. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, കുട്ടിക്കാനത്തുള്ള ബോൺസ് നെസ്റ്റ് കോട്ടേജസ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേയുടെ വിശേഷങ്ങളൊക്കെ ആയിരുന്നു ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോയിലുണ്ടായിരുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള ധാരാളം യാത്രാ വിശേഷങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.